നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്കൂൾ തുറന്ന് 2 മാസം പിന്നിട്ടിട്ടും പാഠപുസ്തക വിതരണം പൂർത്തിയാകാത്തത് വിദ്യാർത്ഥികളെ വലയ്ക്കുന്നു. ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കുമെന്ന് പറഞ്ഞ് നേതാജി സോഷ്യലിസ്റ്റ് ഫോറം പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്ന് ചെയർമാൻ ജോസ് കുറ്റ്യാനി. BMS സ്ഥാപക ദിനം വിവിധ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. വാർത്തകൾ വിശദമായി. സ്കൂൾ തുറന്ന് 2 മാസം പിന്നിട്ടിട്ടും പാഠപുസ്തക വിതരണം പൂർത്തിയാകാത്തത് വിദ്യാർത്ഥികളെ വലയ്ക്കുന്നു. ഇടുക്കി ജില്ലയിൽ മാത്രം 75,000-ഓളം പുസ്തകങ്ങളുടെ കുറവുള്ളതായാണ് വിവരം. ഇതുമൂലം SSLC വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലയുകയാണ്. അധ്യയനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അധ്യാപകരും ബുദ്ധിമുട്ടുകയാണ്. പുസ്തക വിതരണത്തിന്റെ ചുമതലയുള്ള KBPSന്റെ വീഴ്ചയാണ് പാഠപുസ്തക വിതരണം പൂർത്തിയാകാത്തതിന് കാരണമെന്ന് ആക്ഷേപമുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് 6 മാസം മുൻപ് പ്രധാനാധ്യാപകർ പുസ്തകങ്ങളുടെ ലിസ്റ്റ് നൽകിയിരുന്നു. പാഠപുസ്തക വിതരണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് പ്രൈവറ്റ് സ്കൂൾ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സിബി ആന്റണി പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂൾ തുറന്നിട്ട് ഏതാണ്ട് 2 മാസം പിന്നിട്ടിട്ടും ഇതേവരെ കുട്ടികൾക്ക് പൂർണ്ണമായി പാഠപുസ്തകങ്ങൾ ലഭിച്ചിട്ടില്ല. ഈ വർഷം SSLC എഴുതേണ്ട കുട്ടികൾ ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റാൻഡേർഡുകളിലെ കുട്ടികൾക്ക് അവരുടെ പാഠപുസ്തകങ്ങൾ പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ല. ഇടുക്കി ജില്ലയിലാണെങ്കിൽ ഏതാണ്ട് 80,000-ഓളം പുസ്തകങ്ങളുടെ കുറവുണ്ട് എന്നാണ് ബഹുമാനിയായ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചത്. ഇതേ സ്ഥിതി തന്നെയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും. ഈ വർഷം പാഠപുസ്തക വിതരണം ഏൽപ്പിച്ചിരുന്ന KPPSനെയാണ്, കേരള ബുക്ക് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയാണ്. അവരാണ് സ്കൂളുകളിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യേണ്ടത്. ഇതിനായി 2003 ജനുവരി മാസം തന്നെ ബന്ധപ്പെട്ട പ്രഥമ അധ്യാപകർ ആവശ്യമായ പുസ്തകങ്ങളുടെ ഇൻഡൻറ്റുകൾ KBPSന് കൊടുത്തതാണ്. പക്ഷേ നാളിതുവരെ ഏതാണ്ട് 7 മാസം പിന്നിട്ട് കഴിഞ്ഞിട്ടും മിഡ് ടേം പരീക്ഷ ആയിട്ടും പോലും പാഠപുസ്തകങ്ങൾ ലഭിക്കാത്തത് മൂലം വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരും വളരെയധികം ആശങ്കയിലാണ്. എത്രയും വേഗം ഈ കുട്ടികൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങൾ നൽകുവാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാകണം. അതോടൊപ്പം ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികളും സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രൈവറ്റ് സ്കൂൾ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ അഭിപ്രായം. ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കുമെന്ന് പറഞ്ഞ് നേതാജി സോഷ്യലിസ്റ്റ് ഫോറം പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്ന് ചെയർമാൻ ജോസ് കുറ്റ്യാനി. മറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രസ്റ്റിന്റെ പേരിൽ ഭൂമി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അന്യ ജില്ലക്കാരിൽ നിന്നും ലക്ഷങ്ങളുടെ പണപ്പിരിവ് നടത്തുന്നതായി തെറ്റായ വാർത്ത കൊടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ ഒന്നാമത്തെ കാര്യം ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ വാർത്ത ട്രസ്റ്റിന്റെ പേരിൽ ഇതുവരെ ഞങ്ങൾ മലങ്കര ഭൂമിയുടെ പ്രശ്നങ്ങളുമായോ വേറെ എന്തെങ്കിലും പരിപാടിയുടെ പേരിലോ ഒരു പണപ്പിരിവും നടത്തിയിട്ടില്ല എന്ന് എല്ലാവരോടും പരസ്യമായി പറയുക. ഞാനിത് പറയാൻ കാരണം, ഈ ട്രസ്റ്റിൽ ഇപ്പം ഞങ്ങൾ 5 പേരാണ് ഇതിന്റെ ഫൗണ്ടർ മെമ്പേഴ്സ്. അതിൽ ഈ ഇരിക്കുന്ന ഞങ്ങൾ 4 പേര്, പിന്നെ കോഴിക്കോട് നിന്നുള്ള നമ്മുടെ സതീഷ് ചന്ദ്രൻ, ഇങ്ങനെ 5 പേരാണ് ഫൗണ്ടർ മെമ്പേഴ്സ്. പിന്നെ അതിനകത്ത് ജില്ലാ ലെവലിലും താലൂക്ക് ലെവലിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ആയിട്ട് മെമ്പർമാരുണ്ട്. അവരെല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ട്. മെമ്പർഷിപ്പ് എടുക്കുന്നവരുടെ ഫീസ് 100 രൂപയാണ്. ഞങ്ങളുടെ ബൈലോയിൽ എഴുതി വെച്ചിരിക്കുന്ന, ഞങ്ങളുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രജിസ്റ്റർ ഡീഡിലുണ്ട്, തൊഴിൽ സബ് ഓഫീസിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ കയ്യിൽ നിന്ന്, ട്രസ്റ്റിലെ മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൈസ പോലും ആർക്കും അന്വേഷിക്കാം. ഒരു പൈസ പോലും ഒരാളിൽ നിന്നും ട്രസ്റ്റിന്റെ പേരിൽ ഞങ്ങൾ പണം പിരിച്ചിട്ടില്ല. ഇവിടെ ഈ രാജ്യത്തുള്ള മുഴുവൻ ട്രസ്റ്റുകളും പൊതുജനങ്ങൾക്ക് പണം പിരിച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഴുവൻ ട്രസ്റ്റുകളും വിദേശത്തു നിന്നുള്ള ഫണ്ട് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ട്രസ്റ്റ് ഇപ്പോൾ 1 വർഷമായിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളൂ എങ്കിലും ഒരു പൈസ പോലും നാളിതുവരെ ഞങ്ങൾ പിരിച്ചിട്ടില്ല. കുമളിയിൽ കുട്ടിയെ പീഡിപ്പിച്ച പിതാവ് ഷെഫീഖിനും രണ്ടാനമ്മ അലീഷയ്ക്കും ജനിച്ച കുട്ടിയുടെ സംരക്ഷണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. മാതാപിതാക്കൾ ജയിലിലായതിനെ തുടർന്നാണ് 2 വയസ്സുകാരന്റെ ചുമതല ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തത്. തൊടുപുഴയിലുള്ള ഓഫീസിൽ കുട്ടിയെ എത്തിച്ചു. താൽക്കാലിക സംരക്ഷണത്തിന് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ കുട്ടിയെ ഏൽപ്പിച്ചു.
കുട്ടിയുടെ ബന്ധുക്കൾ രേഖാമൂലം ഹാജരാകുമ്പോൾ കുട്ടിയെ വിട്ടുനൽകുമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ വിജി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കുട്ടിക്ക് അടുത്ത അവകാശികൾ, ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള അടുത്ത അവകാശികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ഒപ്പം അവരെ ആധികാരികമായ രേഖകൾ ഹാജരാക്കുന്ന പക്ഷം അവർക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെയുള്ള ആധികാരികമായ രേഖകളോട് കൂടിയല്ല ആരെങ്കിലും അവകാശം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് തള്ളി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയുടെ സംരക്ഷണം സ്വയം ഏറ്റെടുക്കും. എന്നിട്ട് 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ പാർപ്പിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഫൗണ്ട്ലിംഗ് ഹോമിലേക്ക് അയക്കുന്നതിനാണ് കമ്മിറ്റിക്ക് അധികാരം അനുവദിച്ചു കിട്ടിയിട്ടുള്ളത്. കളഞ്ഞു കിട്ടിയ പണവും വിലപ്പെട്ട രേഖകളും അടങ്ങിയ പേഴ്സ് ഉടമസ്ഥന് തിരിച്ചു നൽകി മാതൃക കാണിച്ച മുതലക്കടം സെന്റ് ജോർജ് ഹൈസ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി ജോബിൻ ജോയിയെ സ്കൂളിൽ ചേർന്ന യോഗത്തിൽ അനുമോദിച്ചു. 7000 രൂപയും 75,000 രൂപയുടെ ഒപ്പിട്ട ചെക്ക് ലീഫും സ്വർണ്ണ നിക്ഷേപ രസീതുമാണ് ബാഗിലുണ്ടായിരുന്നത്. മാതാപിതാക്കളെ വിവരമറിയിച്ചതനുസരിച്ച് ഉടമയെ കണ്ടെത്തി പേഴ്സ് കൈമാറുകയായിരുന്നു. സ്കൂളിൽ ചേർന്ന അനുമോദന യോഗത്തിൽ കൌൺസിലർമാരായ ബാബു ജോർജ്, ജോർജ് താന്നിക്കൽ, ഹെഡ്മാസ്റ്റർ ഗർവാസിസ്, പേഴ്സിന്റെ ഉടമ എൻ മോഹൻ എന്നിവർ പങ്കെടുത്തു. ജോബിൻ ജോയിക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. വീട്ടിൽ നിന്ന് മോഹൻ വിളിച്ചു പറഞ്ഞു പൈസ കിട്ടി, ഒരാൾ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സ്കൂളിലെ കുട്ടിയാണ് എന്നുള്ള കാര്യം ഇന്ന് രാവിലെയാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കറിയാം ഈ സ്കൂളിലെ കുട്ടികളല്ല, പല കാര്യങ്ങളും അറിയില്ല. അതിന് പിന്നിൽ അധ്യാപകരുടെ വലിയ പിന്തുണയുണ്ട്. BMS സ്ഥാപക ദിനം വിവിധ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. തൊടുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപക ദിന സമ്മേളനം BMS നേതാവ് സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും സാമ്രാജ്യം സ്ഥാപിച്ചുകൊണ്ട്, കോളനികൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ലോകത്തെ തന്നെ ഭരിച്ചിരുന്ന രാഷ്ട്രമായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടം. ആ ബ്രിട്ടീഷ് ഭരണകൂടം നൂറ്റാണ്ടുകളായി ഭാരതത്തെ അടിമത്തത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ ഭാരതത്തിന്റെ ദേശീയ ജനത അടിമത്തത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി, സ്വാതന്ത്ര്യം അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിരവധി മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ നിരവധി ത്യാഗോജ്വലമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് അതിന് ഏറ്റവും കൂടുതൽ പ്രേരണ കൊടുത്തിട്ടുള്ള വ്യക്തിത്വമാണ് ബാലഗംഗാധര തിലകൻ എന്ന മഹത് വ്യക്തി. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ ഈ ഭാരതത്തിലെ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള പൈതൃകത്തെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ഉണർത്തിക്കൊണ്ട് അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഭാരതത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ കത്തിച്ചൊളിച്ചു നിന്ന സ്വദേശാഭിമാനിയായിട്ടുള്ള ബാലഗംഗാധര തിലകന്റെ ജന്മദിനമാണ് ജൂലൈ 23 എന്നുള്ളതുകൊണ്ട് തന്നെ BMS സിറ്റി കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് ആഭിമുഖ്യത്തിൽ നഗരത്തിൽ പതാക ഉയർത്തി. യൂണിറ്റ് പ്രസിഡന്റ് ജോമോൻ തോമസ് ആണ് പതാക ഉയർത്തിയത്. അതിനെ വളർത്തൂ നാടാകെ.
BMS വെള്ളിയാമറ്റം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിമറ്റം പ്രാഥമിക ആരോഗ്യ ഉപകേന്ദ്രം ശുചീകരിച്ചു. മൂലമറ്റം മേഖലാ സെക്രട്ടറി PB സാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതത്തിലെ തൊഴിലാളി സമൂഹത്തിൻ്റെ ആകെ മുഖച്ഛായ മാറ്റിമറിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഭാരതീയ മസ്ദൂർ സംഘം 1955 ജൂലൈ 23 രൂപീകൃതമായി. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായ ബാലഗംഗാധര തിലകൻ്റെ ജന്മദിനം തന്നെയാണ് ജൂലൈ 23 BMSൻ്റെ സ്ഥാപന ദിനമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 59ാമത് സ്ഥാപന ദിനമായി ഇന്ന് കൊണ്ടാടുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും എല്ലാ പഞ്ചായത്തുകൾ തോറും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനങ്ങളും അതുപോലെ തൊഴിലാളി കൺവെൻഷനുകളും നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വെള്ളിയാമറ്റം പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പന്നിമറ്റത്തുള്ള ആരോഗ്യ ഉപകേന്ദ്രമായിട്ടുള്ള ഹെൽത്ത് സെൻ്ററിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് PH ഹനീഫ റാവുത്തറുടെ മാതാവ് തൊടുപുഴ പള്ളിമുക്കിൽ സൽമ ഹസൻ റാവുത്തർ നിര്യാതയായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം 24 രാവിലെ 10 കാരിക്കോട് നൈനാരി പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ തുറന്ന് 2 മാസം പിന്നിട്ടിട്ടും പാഠപുസ്തക വിതരണം പൂർത്തിയാകാത്തത് വിദ്യാർത്ഥികളെ വലയ്ക്കുന്നു. ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കുമെന്ന് പറഞ്ഞ് നേതാജി സോഷ്യലിസ്റ്റ് ഫോറം പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്ന് ചെയർമാൻ ജോസ് കുറ്റ്യാനി. BMS സ്ഥാപക ദിനം വിവിധ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.